സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഇംഗ്ലീഷിൽ സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്, ചില രീതികളുണ്ട്, സംസാര രീതികൾ. അപ്പോൾ അതിനെപ്പറ്റിയാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് എനിക്ക് മാത്രം തോന്നാതെ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് നമ്മൾ സാധാരണ ചോദിക്കില്ല. എന്നാ ഒരു ചൂടല്ലേ, ഇപ്പോൾ എനിക്ക് മാത്രമാണോ എല്ലാവർക്കും ചൂടുണ്ടോ, അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിക്കാറില്ലേ. ഇപ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്നത്. അതിന് ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗിക്കുന്ന ഈസ് ഇറ്റ് ജസ്റ്റ് മീ ഓർ എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് പറയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല, നമുക്കൊരു ഉദാഹരണം വെച്ചൊന്ന് പഠിക്കാം. അപ്പോൾ എന്തൊരു ചൂടാണ്, അപ്പോൾ എനിക്ക് മാത്രമാണോ അതോ ഈ റൂമിൽ പൊതുവെ ചൂടാണോ, ഞാൻ എ സി ഒന്ന് ഇട്ടോട്ടെ എന്നെങ്ങനെയാണ് പറയുന്നത്? ഈസ് ഇറ്റ് ജസ്റ്റ് മീ ഓർ ഈസ് ദിസ് റൂം റിയലി ഹോട്ട്, ലെറ്റ് മീ ടേൺ ഓൺ ദി എ സി. ഓക്കെ, ഞാൻ ഈ എ സി ഒന്നും ഇടാണ്. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ റൂമിൽ എനിക്ക് മാത്രം തോന്നുകയാണോ അതോ ഈ റൂമിൽ പൊതുവെ ഭയങ്കര ചൂടാണോ, അല്ലെങ്കിൽ ഈ റൂമിൽ നല്ല ചൂടുണ്ടോ, അപ്പോൾ ഞാൻ എ സി ഒന്നും ഇടാം എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ സത്യത്തിൽ ഇതിന് ഉത്തരം വേണമെന്നുള്ള യാതൊരു നിർബന്ധവും ഒന്നുമില്ല. അപ്പോൾ അതാണ് ഈസ് ഇറ്റ് ജസ്റ്റ് മീ എന്നുള്ളത്. ഓക്കെ, മറ്റൊരു ഉദാഹരണമാണ് ഈസ് ദിസ് ജസ്റ്റ് മീ ഓർ ഈസ് ദിസ് മൂവി റിയലി ബോറിംഗ്. ഓക്കെ, എനിക്ക് മാത്രം തോന്നുന്നതാണോ അതോ ഈ മൂവി യഥാർത്ഥത്തിൽ ബോറിംഗ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് യു. ഓക്കെ, എൻ്റെ സുഹൃത്ത് പറയാണ് ഞാൻ പൂർണ്ണമായിട്ട് എഗ്രി ചെയ്യുന്നു, കാരണം വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? ഈസ് ദിസ് ജസ്റ്റ് മീ ഓർ. ഓക്കെ, ഈസ് ദിസ് ജസ്റ്റ് മീ. ഓക്കെ, മറ്റൊന്ന് നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഈസ് ഇറ്റ് ജസ്റ്റ് മീ ഓർ, അതിനുശേഷം നമുക്ക് ഡു, ഡസ്, ഈസ്, ആം, ആർ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ആദ്യം ഒരു ക്വസ്റ്റ്യൻ, ഡു അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ ഈസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിനുശേഷം ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് മീ എന്ന് മാത്രം ഉപയോഗിക്കും. അങ്ങനെയും ഇത് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കാറുണ്ട്. ഇത് യഥാർത്ഥത്തിലുള്ള ഇംഗ്ലീഷ് സംസാര രീതിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉദാഹരണം ശ്രദ്ധിക്കാം. വീണ്ടും ഈസ് ഇറ്റ് ജസ്റ്റ് മീ ഓർ ഡിഡ് ദ കാർ മേക്ക് എ ലൗഡ് നോയ്സ്. ഓക്കെ, എന്താണ്, നമ്മൾ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഞാനൊരു വലിയ സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ പറയാണ് ഞാനൊരു വലിയ സൗണ്ട് കേട്ടായിരുന്നു, നിങ്ങളാരെങ്കിലും കേട്ടായിരുന്നോ അതോ എനിക്ക് തോന്നിയതാണോ എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാം ഈസ് ഇറ്റ് ജസ്റ്റ് മീ ഓർ ഡിഡ് ദ കാർ മേക്ക് എ ലൗഡ് നോയ്സ്. ഓക്കെ, അതോ കാർ ഒരു വലിയ സൗണ്ട് ഉണ്ടാക്കിയോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡു യു ലൈക്ക് ബീഫ് ഫ്രൈ ആൻഡ് പൊറോട്ട ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് മീ. ഓക്കെ, നിനക്ക് ബീഫ് ഫ്രൈയും പൊറോട്ടയും ഇഷ്ടമാണോ അതോ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് മറ്റൊരു രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാം. ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നു, അതിനുശേഷം ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് മീ എന്ന് നമുക്ക് ഉപയോഗിക്കാം. ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ദിസ് കറി ഈസ് റിയലി സ്പൈസി ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് മീ. ഓക്കെ, എന്താണ് ഇവിടെ സ്പൈസി എന്ന് ഉദ്ദേശിക്കുന്നത്? ഭയങ്കര എരിവാണ് എന്നുള്ളതാണ്. ദിസ് കറി ഈസ് റിയലി സ്പൈസി. ഓക്കെ, ഈ കറി ഭയങ്കര എരിവാണ്. ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് മീ, അതോ എനിക്ക് തോന്നുന്നതാണ് എനിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. എക്സാം വാസ് സോ ഡിഫിക്കൽട്ട് ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് മീ. ഓക്കെ, അത് നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒന്നാണ് അല്ലേ. എക്സാം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അങ്ങനെയായിരുന്നു എല്ലാവർക്കും എന്ന് നമ്മൾ ചോദിക്കാറില്ല. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞാൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലേ, കാരണം നമുക്ക് മാത്രമല്ലല്ലോ. ഓക്കെ, ഷീ ലുക്സ് റിയലി പ്രെറ്റി ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് മീ. ഓക്കെ, അവിടെ നല്ല സൗന്ദര്യമുണ്ട്, നല്ല കണ്ടലൊക്കെ നല്ലതാണ്, അതോ എനിക്ക് മാത്രം തോന്നുന്നതാണെന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. അപ്പോഴത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ്.